മൂത്ത മകന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അവന്റെ ഭാര്യ അടുത്ത ആഴ്ച ചേരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ എന്തായാലും ഒരു ഡിഷ് വാഷർ പിടിപ്പിക്കും. ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓ, അവളുടെ കാര്യത്തിൽ ഞാനെന്ത് സപ്പോർട്ട് ചെയ്യാനാ? അവളിപ്പോ എന്റെ മകന്റെ ഭാര്യയൊന്നുമല്ല. പിന്നെ ഭാര്യയമ്മ എങ്ങനെയാണെന്നാണല്ലോ പറഞ്ഞത്. അവരങ്ങനെ പലതും പറയും. ഇന്ദ്രനും അവളും തമ്മില് ഒരു ബന്ധവും ഇല്ലാണ്ടായിട്ട് മാസങ്ങളായി. അടുത്ത മാസം അവരുടെ ഡിവോഴ്സിന്റെ വിധി പറയും. അങ്ങനെയാണോ കാര്യങ്ങള്? എനിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയതേ അവിടെ കാറിൽ ഒരാൾ വന്നതുകൊണ്ടാ. കാറിൽ വന്നെന്നോ? ആര്? ഞാനൊന്ന് പരിചയപ്പെടാൻ നോക്കി, പക്ഷെ ഭാനുമ്മ സമ്മതിച്ചില്ല. പക്ഷേ ആളെ ഞാൻ കണ്ടുപിടിക്കും. സുകുമാരിയോടാ കളി. അതെ, അങ്ങേരെ അറിയാതെ അങ്ങേരെ എന്റെ സെൽഫിയിൽ പകർത്തിട്ടുണ്ട്. ആണോ? ഇവിടെ നോക്കട്ടെ. എനിക്കറിയാവുന്ന വല്ലവരും ആണോ അതോ പുതിയ ആരെങ്കിലും കയറി കൂടിയതാണോന്ന് അറിയണമല്ലോ. അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ അവിടെ ഉണ്ടോ ചേച്ചി? എല്ലാ സെറ്റപ്പ് അവിടെയുണ്ട്. നീ ഫോട്ടോ കാണിക്കേ? കാണിക്കാം. ഇതവൻ തന്നെ, രവി. അറിയാവോ? ഇപ്പൊ അവൻ അവിടുത്തെ നിത്യസന്ദർശനായിരിക്കുക. ഇവനാള് കുഴപ്പക്കാരനാണോ ചേച്ചി? ഇവനല്ല കുഴപ്പക്കാരൻ, ഇവളാ. രവിയുടെ ഭാര്യ തളർന്നു കിടക്കുക. ആ സമയത്ത് ഇവനെ വീട്ടിൽ വിളിച്ചു കയറ്റുന്ന ഇവളെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ സുകുമാരി? വേണ്ട വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. എന്തായാലും ആ ഭാനുമ്മ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നല്ലോ. ഇങ്ങനെ വിടാൻ പറ്റില്ല സുശീലേച്ചി. ഇത് ഞാൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയും. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല സുകുമാരി. പഠിച്ച കള്ളി അവള്. തെളിവ് സഹിതം കൈയോടെ പിടിച്ചില്ലെങ്കിൽ വാദിയായി നിന്നെ അവള് പ്രതിയാക്കും. എന്ന് വെച്ച് നമ്മുടെ സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ ഒരു ഏർപ്പാട് നടക്കാൻ പാടില്ല ചേച്ചി. പാടില്ല, ഒരിക്കലും പാടില്ല. നീയേ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ നമുക്കിത് പൊളിച്ചടുക്കാൻ സുകുമാരി. ഞാൻ കൂടെ നിക്കാം. പക്ഷെ എന്റെ ഓണച്ചിട്ടിയില് സുശീലേച്ചി ഒരു 10 പേരെ ചേർത്ത് തരണം. അതൊക്കെ ഞാൻ ചേർത്ത് തരാം. നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മാത്രം മതി. ചേച്ചി പറ, ഞാൻ എന്താ വേണ്ടേ? നീ അങ്ങോട്ട് വാ, നമുക്ക് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം. വാ.